Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. ശരണ്യ മ്യൂട്ട് ചെയ്യാട്ടോ. ശരണ്യ വിനു. Good afternoon. Good afternoon. Good afternoon. Good afternoon. പ്രേയർ ആരാണ്? ഞാനാണ് മിസ്. പഠിക്കുന്നു. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ
നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരീണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരീണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. Thought of the day, Jessie. Hi, I'm Jasmine. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. Word by Dr. APJ Abdul Kalam. ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് പരാജയം എന്ന രോഗത്തെ കൊല്ലാനുള്ള ഏറ്റവും നല്ല മരുന്ന്. അത് നിങ്ങളെ വിജയകരമായ ഒരു വ്യക്തിയാക്കുന്നു. താങ്ക് യു. Sign in, Adiba. Good afternoon, all. All are welcome. Come and see to the class. Let's together we can learn, laugh and grow. All we share what we know. We try to kind and respect one another. All are welcome once again. Good afternoon, all. It's me, Adiba Selim, signing you all to the class today's section and wish you an auspicious day. Thank you. Okay, good afternoon. Lavitya. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay. ഇവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ പാലക്കാട് മഴയുണ്ട്. അവിടെ ഉണ്ടോ? നല്ല മഴ- തിരുവനന്തപുരത്ത് കാറ്റൊക്കെ കാറ്റ് ഉണ്ടോ? മാത്രമേ ഉള്ളൂ, മഴയില്ല. ഇടുക്കിയിൽ നല്ല വെയിലാ മിസ് ഇന്ന്. ഇടുക്കിയിലാണോ? ആ, ആലപ്പുഴയിലും വെയിലാ മിസ്. എപ്പോഴും ഇവിടെ കിടക്കും മഴ, പക്ഷെ ഇപ്പൊ ഇന്ന് നല്ല വെയിലാ. ഇവിടെ മഴയാണ് എറണാകുളം. ന്യൂനമർദ്ദം കാരണം 5 മഴയാണ്. വിദ്യാർത്ഥികൾ മരിച്ച ന്യൂസ് ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. എന്താണ്? 5 വിദ്യാർത്ഥികള് ആലപ്പുഴയിലെ ഇടുക്കിയിലെ അങ്ങനെ ആക്സിഡന്റ് അല്ലേ? അല്ലേ? ഞാൻ കേട്ടായിരുന്നു. കേട്ടില്ല. എന്താണ്? ആലപ്പുഴയിലെ വാഹനാപകടം. വിദ്യാർത്ഥികൾ മരിച്ചുപോയി വാഹനാപകടത്തിൽ. ആ ഓക്കെ. അതെവിടെയായിരുന്നു? നിങ്ങളടുത്താണോ? ആലപ്പുഴ. ആലപ്പുഴ നിങ്ങളുടെ അടുത്ത് തന്നെയാണോ? അങ്ങനെ തന്നെ. ആലപ്പുഴ, മലപ്പുറം, പാലക്കാട് ഓരോരോ ഡിസ്ട്രിക്റ്റിലുള്ള അങ്ങനെ. മഴയൊക്കെ എത്തിക്കഴിഞ്ഞാലും അല്ലാതെ തന്നെ ഒരുപാട് അപകടങ്ങളാണല്ലേ. നെറ്റ് ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട് മഴ വരുമ്പോ. ഓക്കെ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ?
കഴിച്ചു. യെസ് മിസ്. അയ്യപ്പൻ കഞ്ഞി കുടിച്ചു. അയ്യപ്പത്തിന്റെയാ ഇതെവിടെയുള്ള വൃശ്ചിക മാസമായിട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കിട്ടുമല്ലോ. അമ്പലങ്ങളിൽ നിന്നാണോ? ഏ അമ്പലങ്ങളിൽ നിന്നാണോ കഴിച്ചത്? അല്ല, നമ്മൾ താഴെ ഇങ്ങനെ മുക്കില് എല്ലാരും കൂടി ഒക്കെ ചേർന്ന് കഞ്ഞി ഒഴിക്കും, എന്നിട്ട് പോയി മേടിക്കും. അവിടെ ഭജനയൊക്കെ ഉണ്ട്. എന്ത് കഞ്ഞി? അയ്യപ്പൻ കഞ്ഞി. അയ്യപ്പൻ കഞ്ഞി ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് സ്പെഷ്യൽ കഞ്ഞി? കറി, കൂട്ടുകറി, അതിനകത്ത് എല്ലാ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന. കടലയും കിഴങ്ങും പിന്നെ കായും. എന്തോ? ചാറ്, പപ്പടം അതൊക്കെ ഉണ്ടാവോ? ഇല്ല, കഞ്ഞി വിത്ത് കറി മാത്രം. എല്ലാ ദിവസവും ഉണ്ടോ മണ്ഡലമാസം? അപ്പൊ മണ്ഡലമാസം തീരുന്ന വരെ 30 ദിവസം ഉണ്ട്. കന്യാന്റെ അസ്ത്രോ അതെന്താണോ റസീന? അസ്ത്രത്തിനാണ് അയ്യപ്പൻ കഞ്ഞി, മറ്റേ കൂട്ടുകറി, അതിനെ അസ്ത്രം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും അല്ലേ? അതെ. ആദ്യത്തെ അറിവാണ്, നമുക്കിതൊന്നും അറിയില്ല. അതെവിടെ സ്ഥലം? എവിടെയാ? അയ്യപ്പ കഞ്ഞിയുള്ള സ്ഥലം എവിടെയാ? നമ്മളെ സ്ഥലം തിരുവനന്തപുരം. തലസ്ഥാനം ആലപ്പുഴ, തിരുവനന്തപുരം. അതെ, തലസ്ഥാനത്താണ്. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ് എടുത്തോണ്ടിരുന്നത് അല്ലേ? തുടങ്ങിയില്ലേ അത്? സെക്കൻഡ് പേജ് എത്തി. 61 എത്തി. ഇനി നോക്കേണ്ടത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് കേട്ടോ. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം നേച്ചർ എങ്ങനെയാണ്? കേൾക്കുന്നുണ്ടോ? ആ ലെസൺ കഴിഞ്ഞല്ലോ അല്ലെ? 23 പോയിന്റ് പറഞ്ഞില്ലേ? ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് എന്താ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചോദിച്ചായിരുന്നല്ലോ. ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചായിരുന്നില്ല, ഓരോ ഏജുള്ള കുട്ടികളായിട്ട് നിങ്ങളൊക്കെ അവതരിപ്പിച്ചായിരുന്നില്ല. അത് കഴിഞ്ഞതാണ്. ശരി. ക്വസ്റ്റ്യൻസ് തന്നിരുന്നില്ലേ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ? പുതിയ ലെസൺ എടുത്തോ? എന്നിട്ട് പുതിയ ലെസൺ തുടങ്ങി, ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ കഴിഞ്ഞു. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കണം കേട്ടോ. അതിന്റെ നേച്ചർ നോക്കാം നമുക്ക്. എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ നേച്ചർ? എത്രാമത്തെ ലെസനാ? യൂണിറ്റ് 7. Educational psychology is an applied branch of the subjects of psychology. The nature of educational psychology can be summarized as follows. Education psychology is an applied branch of the subject of psychology. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്? എന്തിന്റെ ബ്രാഞ്ച് ആണ്? സൈക്കോളജിയുടെ തന്നെ ഒരു പ്രായോഗികമായ മറ്റൊരു ശാസ്ത്രമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എഡ്യൂക്കേഷൻ സൈക്കോളജി is an applied branch of the subject of psychology. സൈക്കോളജിയുടെ അപ്ലൈഡ് ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള മനഃശാസ്ത്രമാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. പേജ് നമ്പർ എത്രയാ? ഇതില് പേജ് നിങ്ങളൊന്ന് പറഞ്ഞോ. ഇതില് പേജ് 61. അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ നേച്ചർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കിയേ. ഇനി നേച്ചർ എന്ന് പറഞ്ഞ പ്രധാനമായും എന്തൊക്കെയാണ്? the learning experience, learning process, learning situation, education teacher. Okay. അപ്പൊ the learner, അതിന്റെ എന്താണ്? the learner ആരാണ്? പഠിതാവ് അല്ലേ? The subject matter of education psychology is kinetic around the learner.
എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആരുമായിട്ടാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്? പ്രധാനമായും ആരുമായിട്ടായിരിക്കും? പഠിക്കുന്നവരുമായിട്ട് അല്ലേ, പഠിക്കുന്ന സ്റ്റുഡന്റുമായി ബന്ധപ്പെട്ടായിരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. Therefore, the need of knowing the learner and the techniques of knowing him well. The topics include the innate abilities and the capacities of the individual differences and their measurements, the overt covered conscious as well as senseless behavior of the learner, the characteristics of his growth and development, each stage beginning from childhood to adulthood. ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു കുട്ടിയാണ് അല്ലെ, ആ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. കുട്ടികളെ നമ്മൾ തിരിച്ചറിയുക, അവന്റെ നേച്ചർ എങ്ങനെയാണ്, എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്, നമ്മൾ പഠിച്ചു അല്ലെ. അവന്റെ എബിലിറ്റീസ് എങ്ങനെയാണ്, കപ്പാസിറ്റീസ് എങ്ങനെയാണ്, അല്ലെ. അവന്റെ ഓരോ വ്യക്തിത്വത്തിനും ഇങ്ങനെ പലതരത്തിലുള്ള മെഷർമെന്റ്സിലുണ്ടായിരിക്കും. ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടായിരിക്കും, ചിന്താഗതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അവന് രണ്ട് തരം സ്വഭാവം ഉണ്ടായിരിക്കും അല്ലെ. കുട്ടികൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അല്ലെ. ഓവേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? പുറമെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. കവേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിൽ മറ്റൊരു സ്വഭാവമായിരിക്കും അല്ലെ. നമ്മുടെ ക്ലാസ് റൂമിൽ അന്തരീക്ഷത്തിലെ കുട്ടികൾ അങ്ങനെയല്ലേ. വീട്ടിൽ വേറൊരു സ്വഭാവത്തിലായിരിക്കും പെരുമാറുന്നത്, പക്ഷെ സ്കൂളിൽ എങ്ങനെയായിരിക്കും കുഞ്ഞ് വേറെ രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും കാഴ്ചവെക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്തായിരിക്കും? അവരെ കോൺഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? സെൻസ്ലെസ് ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളുമായിരിക്കും. എന്താണ് സെൻസ്ലെസ് ബിഹേവിയർ എന്ന് പറഞ്ഞാല്? ബുദ്ധിശൂന്യമായിട്ട് പെരുമാറുന്ന കുട്ടികളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പല ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറാണ് ആയിരിക്കും ഉണ്ടാകുക? ലേണേഴ്സുള്ളത് അല്ലെ, പഠിതാവനയിൽ പഠിക്കുന്ന സ്റ്റുഡന്റിന് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പറയുന്നത് എന്താണ്? അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുട്ടിയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അവന്റെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ്, ഇൻഡിവിജ്വലി അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവന്റെ കപ്പാസിറ്റി എന്താണ്, അവന്റെ എബിലിറ്റി എന്താണ് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ആ കുട്ടിയെ നമുക്ക് പഠിപ്പിക്കുവാനും അവനെ അറിയാനുമായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി ആദ്യത്തെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലേണർ, പഠിതാവിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത് അല്ലെ. കുട്ടിയെ അറിയണ്ടേ ആദ്യം, കുട്ടി എന്താണ് എന്താണെന്ന് അറിയാൻ മാത്രമേ നമുക്ക് ആളെ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ദ ലേണർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ടോപ്പിക്സ് ഇൻക്ലൂഡഡ്, ഒരു സ്റ്റുഡന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് തുടങ്ങി അണ്ടർലൈൻ ചെയ്തേ. The topics include the innate abilities and capacities of the individual differences and their measurements, the overt, covered, then conscious, as well as senseless behavior of the learner. ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരു കുട്ടികളില് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്തറിയണം? എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെയാണ് മാത്രമേ അത് പഠിച്ചാൽ മാത്രമായിരിക്കും ആ ലേണറെ നമുക്ക്, പഠിതാവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഏതൊരു സമയത്ത് മുതലാണ്? The characteristics of his growth and development. Each stage is beginning from childhood to adulthood. അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എവിടെ മുതലാണ് തുടങ്ങുന്നത്? അപ്പോ ഒരു കുട്ടിയുടെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ചൈൽഡ്ഹുഡ്, കുഞ്ഞിലേ തൊട്ട്. കുഞ്ഞിലേ തുടങ്ങി അല്ലെ. അവന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ഒരു സമയത്താണ്. അവന്റെ മറ്റ് ബിഹേവിയറൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഫസ്റ്റ് പറഞ്ഞത് ലേണറെ നമ്മൾ മനസ്സിലാക്കണം അല്ലെ, കുട്ടിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസസ്. അടുത്ത നേച്ചർ ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ രണ്ടാമത്തെ സ്വഭാവമാണ് എന്ത്? ലേണിംഗ് എക്സ്പീരിയൻസസ്. എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാല്? പഠനാനുഭവങ്ങൾ. വെരി ഗുഡ് അല്ലെ. Education psychology helps in determining what
learning experience are desired? At what stage of the growth and development of the learner? So that these experiences can be acquired with a greater ease and satisfaction. Okay. അപ്പൊ എന്തൊക്കെ പഠനാനുഭവങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ പഠനാനുഭവങ്ങൾ അല്ലെ എക്സ്പീരിയൻസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് ആ കുട്ടിയുടെ വളർച്ചയെയും ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒരുപാട് സഹായിക്കും. നമ്മള് ടീച്ചേഴ്സ് കൊടുക്കുന്ന പഠനാനുഭവങ്ങളിൽ കൂടിയാണ് എന്ത് കുട്ടികൾ പഠിക്കുന്നത് അല്ലെ. അവര് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അത് മനസ്സിലാക്കി അവർ പെരുമാറി അത് എന്താണ് ആ കുട്ടികൾ ആ കാര്യങ്ങൾ നമ്മൾ അധ്യാപകർ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ കുട്ടികൾ ഓരോ വിഷയം പഠിക്കുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സിലും എന്താണ് 1ാം ക്ലാസ് 2ാം ക്ലാസ് 10 വരെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവാണ് അവർക്ക് എന്തുണ്ടാക്കുന്നത് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നത് അല്ലെ. നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആണ് അധ്യാപകരിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുമ്പോൾ എന്താണ് അതിലെ കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാം അതിനെ പറ്റിയിട്ടുള്ള കുറെ മെത്തേഡ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമാണ് കുട്ടികള് എന്താണ് അവർക്ക് വളരാനുള്ള ഒരു അവസരം അല്ലെ. ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ നല്ലൊരു അന്തരീക്ഷം കൊടുക്കണം കുട്ടികൾക്ക്, നല്ലൊരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കൊടുക്കണം. പഠനാനുഭവങ്ങള് സ്വായത്തമാക്കാനായിട്ടുള്ള തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസുകൾക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അവരെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അവരുടെ മെമ്മറി പവർ അതുപോലെ തന്നെ എന്താണ് മറ്റു വികസനത്തിനും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിലൂടെയാണ് അവരെ മനസ്സിലാക്കുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ് അതല്ലേ. പഠനാനുഭവങ്ങൾ എന്താണ് അവർക്ക് വളരാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സ്റ്റേജസിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കണമെന്ന് ഓരോ ടീച്ചേഴ്സിനും അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ള പഠനത്തിൽ നിന്നുമാണ് ഏതൊക്കെ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ചില ടീച്ചേഴ്സ് ഇപ്പൊ വെക്കേഷൻ ടൈമിൽ കോഴ്സിന് പോകാന്ന് കേട്ടിട്ടില്ലേ. നമ്മള് കോഴ്സിന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് അല്ലേ, ട്രെയിനിങ് കോഴ്സ്. ട്രെയിനിങ് കോഴ്സ് എന്നാ പറയാതെ അല്ലേ. വേണ്ടിയിട്ടാണ് പോകുന്നത് അവരുടെ നോളജ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാനും പുതിയ പുതിയ മെത്തേഡുകൾ പഠിക്കാനും. ഇപ്പൊ ശരിയാണ്. അതായത് ഓരോ ക്ലാസ് ഓരോ വർഷം കഴിയുന്ന ഓരോ അക്കാദമിക് ഇയർ കഴിയുമ്പോൾ എന്താണ് ആ ഒരു വെക്കേഷൻ ടൈമിൽ ക്ലസ്റ്റർ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അല്ലെ, ക്ലസ്റ്റർ മീറ്റിംഗ്സുകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അന്നത്തെ ആ അക്കാദമിക് കണ്ടീഷനിൽ കഴിയും. നെക്സ്റ്റ് കാര്യങ്ങൾ മെത്തേഡ്സുകളും അവർക്ക് പറഞ്ഞു ഇതിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആർക്കാണ് ട്രെയിനിങ് നൽകേണ്ടത് അധ്യാപകർക്കാണ് അല്ലെ. അപ്പൊ അധ്യാപകർക്ക് അതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കോഴ്സ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നത്. അവരത് പഠിച്ചതിന് ശേഷം മാത്രമാണ് കുട്ടികളെ കൊണ്ട് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠനാനുഭവങ്ങൾ. എന്താണ് പഠനാനുഭവങ്ങള്? കുഞ്ഞിലെ തൊട്ട് വലുതാവുന്നത് വരെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ ഇതിലൂടെ അവർക്ക് കിട്ടുന്ന നോളജിനെയാണ് പഠനാനുഭവം എന്ന് പറയുന്നത്. നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറെ ആക്ടിവിറ്റീസുകളിലൂടെ അവർക്ക് വളരാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുന്നു. അതിലൂടെ അവർക്ക് പഠനാനുഭവം ലഭിക്കുന്നു. അതായത് ഓരോ കുട്ടികളുടെ വളർച്ചയ്ക്ക് അല്ലെ ഏതൊക്കെ സ്റ്റേജിൽ ഒന്നിൽ കൊടുക്കേണ്ട ആക്ടിവിറ്റി 1ാം ക്ലാസ്സിൽ കൊടുക്കേണ്ട ആക്ടിവിറ്റി ആയിരിക്കണം ആ ഒരു സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ടത്. അവരുടെ ഏജ് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് എന്താണ് മൈൻഡ് കുട്ടി വലുതാവുന്നതിനനുസരിച്ച് ആ സ്റ്റേജസ് മാറുന്നതിനനുസരിച്ച് എന്താണ് കുട്ടികൾക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരിക്കാം. പിന്നീട് എന്താണ് ഹയർ ക്ലാസ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ് കോംപ്ലക്സ് ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ കുട്ടികൾക്ക് നടക്കുന്നത് അവരുടെ അവിടെ ഗ്രോത്തും നടക്കുന്നുണ്ട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. കുട്ടികൾ ഓരോ ദിവസവും എന്താണ് ഓരോന്ന് പ്രത്യേകമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പഠനാനുഭവം കൊടുക്കുന്നത് ആരാണ് അധ്യാപകർക്കാണ് ആ ഒരു അവസരം സൃഷ്ടിക്കാനുള്ളൊരു എന്താണ് അവസരമുള്ളത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മറ്റൊരു നേച്ചർ ആണ് എന്ത് ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ,
അപ്പൊ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കുട്ടികൾക്കും എന്തുണ്ടായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടായിരിക്കും അല്ലെ? നല്ലൊരു ക്ലാസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ല ക്ലാസ് ആണ് ടീച്ചർ കൊടുക്കുന്നത്. നല്ല ആക്ടിവിറ്റീസ്, നല്ല രീതിയിലുള്ള എന്താണ് നല്ല ആക്ടിവിറ്റീസ്, നല്ല മെത്തേഡ്, നല്ല രീതിയിൽ ബോർഡ് ഉപയോഗിക്കുന്നു, സ്മാർട്ട് ക്ലാസ് ഉപയോഗിക്കുന്നു, അവരെ കൊണ്ട് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ എന്താണ് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? ആ പഠിക്കാനായിട്ട് കുഞ്ഞിന് താല്പര്യം തോന്നും. ക്ലാസ് ഒരു 1 hour ചിലപ്പോൾ 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ആണെങ്കിൽ എന്താണ് കുട്ടികൾ അവിടെ ഇരിക്കും. നല്ല അനുഭവം കിട്ടുമ്പോൾ എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് മാത്രമല്ല, നമ്മൾ മറ്റെന്ത് കാര്യമാണെങ്കിലും എന്താണ് നല്ല അനുഭവങ്ങളാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞോളൂ കേട്ടോ. നെക്സ്റ്റ് ലേണിംഗ് പ്രോസസ്. ലേണിംഗ് എക്സ്പീരിയൻസ് ഗ്രേറ്റർ ഈസ് എന്ന് വെച്ചാൽ എന്താ? ഈസ് എന്ന് വെച്ചാൽ അനായാസം, പെട്ടെന്ന് തന്നെ അനായാസം സംതൃപ്തി നേടുന്നത് മീൻസ്. ഈസ് എന്ന് വെച്ചാൽ അനായാസം എന്നാണ് കേട്ടോ, എളുപ്പത്തിൽ എന്നുള്ള മീൻ. ഈസി എന്നുള്ള അർത്ഥം അല്ലേ? ഇത് എയ്സ് അല്ലേ? അല്ലെങ്കിൽ എളുപ്പം, എളുപ്പത്തിൽ അങ്ങനെ. നല്ല എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ എന്താണ് എത്രയും പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, സംതൃപ്തി ഉണ്ടാകുന്നു. നെക്സ്റ്റ് ലേണിംഗ് പ്രോസസ്. എങ്ങനെയാണ് പഠന പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? പഠന പ്രക്രിയ ഒരാളതൊന്ന് വായിച്ചേ, ലേണിംഗ് പ്രോസസ് ഒന്ന് വായിച്ചേ. After knowing the learner and deciding what learning experiences are to be provided, educational psychology moves on to the laws, principles, and theories of learning. Other items in the learning process are remembering and forgetting, perceiving, concept formation, thinking and reasoning, problem solving, transfer of learning, ways of means of efficient learning. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ആദ്യം എന്താ നമ്മൾ പറയുന്നത്? നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ നല്ല ആക്ടിവിറ്റീസുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ലേണിംഗ് പ്രോസസ്സ് നന്നായിരിക്കണം അല്ലെ? ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ പലവിധ മെത്തേഡ്സുകൾ ഉപയോഗിക്കണം. കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ പലവിധത്തിലുള്ള മെത്തേഡ്സുകൾ സ്വീകരിക്കണം. After knowing the learner and deciding what learning experience are to be provided, ആദ്യം നമ്മൾ എന്താണ് ആദ്യം പഠിക്കാൻ കുട്ടികൾ ആദ്യം മനസ്സിലാക്കണമെന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? കുട്ടികൾ ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് അവർക്ക് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നല്ല മെത്തേഡ്സുകൾ സ്വീകരിക്കുക, നല്ല ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂംസുകളെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താണ് കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ? അവരുടെ ഇൻഡിവിജ്വൽ എബിലിറ്റീസ് എങ്ങനെയാണ്? ആരാണ് മ്യൂട്ടായി? ശരണ്യ വിനു. ചിലപ്പോ അതിന്റെ എല്ലായിരിക്കും കേട്ടോ. ഇവിടെ തൊട്ടിപ്പുറത്തെ ക്ലാസ്സിലായിരിക്കും സംസാരം കേൾക്കുന്നത്. ഇവിടെ നിന്നാണോ കേൾക്കുന്നത്? മിസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ നോക്കട്ടെ. മ്യൂട്ട് ചെയ്തേ നോക്കട്ടെ. നമുക്ക് എംടി ക്ലാസ് ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഓൾ മ്യൂട്ട് ചെയ്യാത്തത്. ലേണിംഗ് പ്രോസസ് എങ്ങനെയായിരിക്കണം? എഡ്യൂക്കേഷൻ സൈക്കോളജി മൂവ്സ് ഓൺ ദ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ്. അപ്പോ ആ ലേണിംഗ് പ്രക്രിയ, പഠന പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്ന് തയ്യാറാക്കിക്കൊണ്ടുള്ള കുറച്ച് എന്തൊക്കെയാണ് തിയറീസും പ്രിൻസിപ്പിൾസും ലോസ് ഒക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഓൾറെഡി എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സും പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം, അതിൽ നിന്നുള്ള
ആ ഒരു അറിവനുസരിച്ചിട്ട് വേണം കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, ആക്ടിവിറ്റീസുകൾ കൊടുക്കാനായിട്ട്. Other items in learning process are remembering and forgetting, receiving, perceiving, concept formation, thinking and reasoning, problem solving, transfer of learning, ways and means of efficient learning. ഇപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കുറച്ച് പ്രിൻസിപ്പിൾസും ലോസും തിയറീസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോ അതെന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ലേണിംഗ് പ്രക്രിയ, പഠന പ്രക്രിയ കുറച്ചുകൂടി ബെറ്റർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് മെത്തേഡ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ? പ്രോസസ് ആർ റിമെമ്പറിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ്. എന്താണ് റിമെമ്പറിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ്? ഓർക്കാനും ക്ഷമിക്കാനും ഉള്ളത്. ഓർക്കാനും മറക്കാനും. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. ഫോർഗെറ്റിംഗ് വെച്ചാൽ എന്താണ്? മറക്കുക അല്ലെ. അപ്പൊ നമ്മള് അതിൽ മെമ്മറി എന്നൊരു കാറ്റഗറി വരുന്നത്. മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി എന്നുള്ള കാറ്റഗറീസിൽ വരുന്നതാണ് എന്ത്? റിമെമ്പറിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന്. അതൊരു മെത്തേഡ്സുകളാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് മെത്തേഡ്സുകളാണ്. അത് വലിയൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉൾപ്പെടുത്തുന്ന മെമ്മറി എന്നൊരു ഭാഗം എന്താണ്? കുട്ടികളുടെ ഓർമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. എത്ര സമയം കുട്ടികളില് ആ ഒരു മെമ്മറി പവറില് ഇന്ന കാര്യങ്ങൾ എത്ര ടൈം നിൽക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വലിയൊരു ചാപ്റ്റർ ആണ് അത് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് നമ്മള് കുഞ്ഞു ക്ലാസ്സില് മറ്റേ മെമ്മറി ടെസ്റ്റ് നടത്തിയിട്ടില്ലേ? കുറെ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഇതെല്ലാം നോക്കിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങളിത് എല്ലാം ഓർത്ത് പറയുമെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. ശരിയാണ് അല്ലെ. നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ടല്ലോ. ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഷോർട്ട് ടേം മെമ്മറിയിൽ എന്താണ്? ഇത്ര സെക്കൻഡേ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് നിൽക്കുള്ളൂ. ലോങ് ടേം മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മറന്നാലും എപ്പോഴെങ്കിലും നമുക്കത് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ സാധിക്കും അല്ലെ. അത് അബോധ മനസ്സിലുള്ള ഓർമ്മകൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഷോർട്ട് ടേം മെമ്മറിയിൽ എന്താണ്? കുറച്ച് സെക്കൻഡ്സുകൾ മാത്രം നമുക്ക് ആ ഒരു കാര്യം ഓർക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ മെമ്മറി ടെസ്റ്റുകളൊക്കെ കുട്ടികൾക്ക് ചെയ്യുമ്പോൾ എന്താണ്? ആ ഒരു പെട്ടെന്ന് തന്നെ ഏകദേശം കുറച്ച് സമയമല്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്നായിട്ട് ചിലപ്പോൾ മെമ്മറി കപ്പാസിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാവരും ഡിഫറെന്റ്ലി വ്യത്യസ്തരാണ് അല്ലെ. അപ്പോ കപ്പാസിറ്റി കൂടുതലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ചിലപ്പോ ഇപ്പൊ 10 പിക്ചർ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ എന്താണ്? ഒരു 5 ആൻസർ ഫുള്ള് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ എന്തായിരിക്കും? ഫുള്ള് ഓർത്ത് വെക്കുക, അതിന്റെ പേര് പറയും. അതുപോലെ തന്നെ എന്താണ്? ചിലപ്പോ ഒരു ഒറ്റ പിക്ചറിൽ നോക്കിയിട്ട് പറയും അതില് 8 കാര്യങ്ങളുണ്ട്. 8 കാര്യങ്ങൾ നോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയും. പേരടക്കം 8 കാര്യങ്ങൾ ആ ഒരു പിക്ചറിൽ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡോ 10 സെക്കൻഡ് നോക്കിയിട്ട് അതൊന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പറയാൻ പറയും. അതൊക്കെ എന്താണ്? മെമ്മറി ടെക്നിക്സുകളാണ് അല്ലെ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഓർമ്മയുടെ ശക്തി എങ്ങനെയാണെന്നുള്ളത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സുകളാണ്. അത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു ടെക്നിക്സ് കൂടിയാണ്. ഓക്കെ, അത് ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് അവരെ കൊണ്ട് ആ പേരുകളൊക്കെ പറയാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പിക്ചറിൽ തന്നെ ഒരുപാട് പടങ്ങളുള്ളത് കണ്ടിട്ടില്ലേ? ഒരു പിക്ചറിൽ പല ചിത്രങ്ങളുണ്ട്. ഇപ്പൊ റീൽസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ. അതിനകത്ത് പകുതി 70% കണ്ണടച്ചിട്ട് നോക്കൂന്ന് പറയും അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു പിക്ചർ അവിടെ കാണാൻ പറ്റും. പക്ഷെ അത് മെമ്മറി ടെസ്റ്റ് ഒന്നല്ല കേട്ടോ. കുസൃതി പോലെ അല്ലേ? റിമെമ്പറിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ്. പെർസീവ് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. Then concept formation, ആശയരൂപീകരണത്തിന്. Then thinking and reasoning. അറിയാലോ എന്താണ് thinking and reasoning? എന്താണ് thinking and reasoning? നമ്മള് ചിന്തിക്കുകയും അതിന് കാരണം കണ്ടെത്തുകയും. ചിന്തിക്കുകയും അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക തിങ്കിങ് പ്രോസസ് ആണ് അല്ലെ. നമുക്ക് തിങ്കിങ്ങിൽ തന്നെ എന്താണ്? പല ടൈപ്സ് ഓഫ് തിങ്കിങ് ഉണ്ട് അല്ലെ. എന്തൊക്കെ തിങ്കിങ് ഉണ്ട് അറിയാമോ? ഓവർ തിങ്കിങ് ഉണ്ട്. നമ്മൾ ഇമാജിനേഷനിൽ തിങ്ക് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ നാളെ നടക്കാൻ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തിങ്ക് ചെയ്യാറില്ല. ഡൈവേഴ്സന്റ് തിങ്കിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ നമ്മളുടെ ചിന്ത പല സ്ഥലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അതാണ് ഡൈവേഴ്സന്റ് തിങ്കിങ് എന്ന് പറയുന്നത് അല്ലെ. ഇമാജിൻ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കും. യെസ്,
ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു തിങ്കിങ് കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി. എന്തോ ഓക്കെ, തിങ്കിങ് ആൻഡ് റീസണിങ്. ഇത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനുള്ള പ്രോസസ്സുകളാണ് കേട്ടോ പറയുന്നത്. അതായത് ഫോർമേഷൻ അല്ലേ? പെർസീവിംഗിന് ശേഷമുള്ളതിന്റെ മീനിങ് പെർസീവിംഗ് വെച്ച് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. കൺസെപ്റ്റ് ഫോർമേഷൻ കുട്ടികളോട് നോക്കിയിട്ട് ആ വ്യക്തിയുടെ പിക്ചറാണ് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറയുന്നത്. അപ്പൊ കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് കുട്ടികൾ അത് പറയുന്നത്. ഓക്കെ, അതൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഏത് പിക്ചർ ആണെന്നുള്ളത് കണ്ടെത്തുന്നത്. അടുത്തത് പിന്നെന്താണ് കോൺസെപ്റ്റ് ഫോർമേഷൻ, ആശയ രൂപീകരണം. ആശയ രൂപീകരണം. ഡിഫറൻസ് മെക്കാനിസം ഒക്കെ പഠിപ്പിച്ചപ്പോ നമ്മൾ ഈ കോൺസെപ്റ്റ് ഫോർമേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാണല്ലോ, ഓർക്കുന്നുണ്ടോ? Then thinking and reasoning, problem solving, പ്രശ്ന പരിഹാരം അല്ലെ, പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക. എന്തൊക്കെ മെത്തേഡ്സ് അതിൽ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും പ്രോബ്ലം സോൾവിങ്ങില്? അഡീഷൻ അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അഡീഷൻസ് കൊടുക്കുക, പിന്നെന്താണ് എക്സ്ട്രാക്ഷൻസ്, പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് അത് കൗണ്ട് ചെയ്തിട്ടുള്ളത് കൊടുക്കാം, മൈനസ് ചെയ്യാൻ കൊടുക്കാം. നമ്പേഴ്സ് നമ്മൾ ചിലപ്പോൾ ഡിസെൻഡിങ് അസെൻഡിങ് ഓർഡർലെസ് കൊടുക്കും അല്ലെ, ചെയ്യാനായിട്ട്. അങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് ചെയ്യാം. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ആണല്ലേ, അല്ലാതെ വേറെ പ്രോബ്ലം സോൾവിംഗ് അല്ലല്ലോ. എഡ്യൂക്കേഷനുമായിട്ട് നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെ പ്രോബ്ലംസ് കൊടുത്ത് കുട്ടികളെ കൊണ്ട് അത് കാര്യക്ഷമമായി ചെയ്യിപ്പിക്കുന്നു, അതാണ് പറയുന്നത് കേട്ടോ. പദപ്രശ്നങ്ങൾ കൊടുക്കുക അല്ലെ, പസിൽസ് കൊടുക്കും നമ്മുടെ കുട്ടികളൊക്കെ, പസിൽസ് കൊടുക്കുന്നു. പിന്നെന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മിസ്സിംഗ് ലെറ്റർ ഒക്കെ കൊടുക്കും, മിസ്സിംഗ് ലെറ്റർ അങ്ങനെയൊക്കെ അല്ലേ. Match the following. Okay, different types of activities. Then ways means of efficient learning. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്താ ലേണിംഗ് പ്രോസസ് നടക്കേണ്ടത് അല്ലെ. പഠന പ്രക്രിയ കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കണം ലേണിംഗ് പ്രോസസ് അഥവാ പഠന പ്രക്രിയ നടക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തരം ഇത് കൊടുത്താൽ മാത്രമായിരിക്കും എന്താ കുട്ടികളിൽ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അല്ലാതെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗോ അത് പറഞ്ഞില്ലല്ലോ, അതെന്താ മീനിങ്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക, അറിവുകൾ പകർന്നു കൊടുക്കുക. പഠന കൈമാറ്റം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാല്? ടീച്ചിങ്, പഠിപ്പിച്ചു കൊടുക്കുക, ടീച്ചിങ്. എന്താണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ? യെസ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനം കൈമാറി കൊടുക്കുക അഥവാ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, ലേണിംഗ് പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് അവിടെ നടക്കുള്ളൂ. പഠന പ്രക്രിയയിലാണ് അല്ലെ. നിങ്ങളിപ്പോ ക്ലാസ്സിൽ എടുക്കാൻ പോകുമ്പോഴും ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു ക്ലാസ് റൂം അന്തരീക്ഷം നിങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. പഠിതാവ് നമ്മൾ എന്താണ് ലേണർ അറിയുന്നത്, പഠിതാവിനെ അറിഞ്ഞിട്ട് ആൾക്ക് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഇത്തരത്തിൽ നല്ല പഠന പ്രക്രിയകൾ ഉൾപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് പഠന പ്രക്രിയയിൽ വരുന്നത്? എന്തൊക്കെയാണ്? റിമെമ്പറിംഗ് ആൻഡ് ഫോർമാറ്റിംഗ്, പ്രോബ്ലം സോൾവിംഗ്, perceiving, concept formation, Transfer of learning. thinking and reasoning, transfer of learning, problem solving. Okay, concept formation. Okay, the മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. The learner, the learning experience and learning process. അടുത്ത നെക്സ്റ്റ് ആണ് എന്താ? ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവിറോൺമെന്റ്. ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവിറോൺമെന്റ്, പഠന സാഹചര്യം അല്ലെങ്കിൽ പരിസ്ഥിതി അല്ലെ, അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം. Here we deal with the environmental factors and learning situations which come in the middle between the learner and the teacher. Topics like classroom climate, age group dynamic, ethics and age that facilities,
facilitate, then learning and evaluation, techniques and practice, guidance and counseling, etc. for the smooth functioning of the teaching learning process. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് നമുക്ക് ഏത് തരത്തിലുള്ള ഒരു ലേണിംഗ് സിറ്റുവേഷൻസ് ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക, എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും? ഒരു പഠന പ്രക്രിയയിലെ എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഏറ്റവും അഫക്ട് ചെയ്യുന്ന ഒരു പഠന പ്രക്രിയ ഏറ്റവും അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് എന്ത്, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ചുറ്റുപാടിലായിരിക്കും കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുക? സൈലന്റും ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇവിടെ ടീച്ചറും എൻവയോൺമെന്റൽ സിറ്റുവേഷനും തമ്മിൽ എന്താണ് ഒരു ബന്ധം വരുന്നുണ്ട്. ടീച്ചേഴ്സും അതായത് പഠിതാവും അധ്യാപകനും തമ്മിലുള്ള ഇടയിൽ വരുന്ന ഒരു ബന്ധമുണ്ട് അല്ലെ. ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടിയും ടീച്ചേഴ്സും തമ്മിൽ ആ ഒരു ബന്ധം, ആ ഒരു ചുറ്റുപാട് എങ്ങനെയായിരിക്കണം? വളരെ സ്മൂത്ത് ആയിട്ട് വേണം അല്ലെ, വളരെ എങ്ങനെയായിരിക്കണം അത്? നല്ലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ പഠന പ്രക്രിയ കൃത്യമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അധ്യാപകന്റെ സുഗമമായ നടത്തിപ്പിന് ക്ലാസ് നന്നായി എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം? ടോപ്പിക്സ് ലൈക്ക് ക്ലാസ് റൂം ക്ലൈമറ്റ് ആൻഡ് ഏജ് ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു പരിസ്ഥിതി ഉണ്ടായിരിക്കണം. നല്ലൊരു ക്ലൈമറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക് എന്താന്ന് പറഞ്ഞാല് ക്ലൈമറ്റ് നല്ല വെളിച്ചവും നല്ലൊരു സിറ്റുവേഷനിലുള്ള വെളിച്ചമൊക്കെ തട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മുടെ അന്തരീക്ഷം. അങ്ങനെയല്ല, നമ്മുടെ ഈ സ്കൂളും പഠനാന്തരീക്ഷം നന്നാക്കുക എന്ന് പറയുന്നത് നല്ല ക്ലാസ് റൂമിന്റെ അന്തരീക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം പറയുമ്പോൾ വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കും നല്ല പഠിപ്പ് കിട്ടുള്ളൂ. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക് ആയിട്ട്, ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക് ഫ്രണ്ട്സ് ആയിട്ട് എല്ലാരുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കണമല്ലോ ക്ലാസ്സിൽ പഠിക്കുന്നത്. കൂട്ടമായിട്ടുള്ള ഒരു പഠനന്തരീക്ഷം അല്ലെ. കുട്ടികളും അധ്യാപകരും ഒരു കുട്ടിയും മാത്രമായിരിക്കും ഉണ്ടാവുക അല്ല അല്ലെ. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയായിരിക്കും ഉണ്ടാവുക, ഒരുപാട് കുട്ടികളുണ്ടാവും. ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത് അല്ലെ. ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ക്ലാസ് റൂമിലും ഉണ്ടായിരിക്കും ഒരു ടീച്ചർ ഉണ്ടായിരിക്കും, അതില് കൂടുതൽ എന്താണ് കുട്ടികളും ഉണ്ടായിരിക്കും, ആൺകുട്ടികളും ഉണ്ടായിരിക്കും, പെൺകുട്ടികളും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. കൂട്ടം ഉണ്ടായിരിക്കും പഠിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരൊറ്റ കുട്ടിയായിരിക്കില്ല, ഒരുപാട് കുട്ടികൾ ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് മീനിങ്സ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് കൂട്ടം അല്ലെ, അതൊരു മീനിങ് കേട്ടോ. ഗ്രൂപ്പ് പറയുമ്പോ കൂട്ടം, ഡൈനാമിക് പറയുമ്പോ എന്താണെന്ന്? ടോപ്പിക്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാലോ, ടോപ്പിക്സ് ലൈക്ക് ക്ലാസ് റൂം ക്ലൈമറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്. നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അല്ലാതെ വെറുതെ ഒരു കുട്ടിക്ക് മാത്രം നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും ഇല്ല. അവരെ ഗ്രൂപ്പായിട്ട് എന്താണ് അവരുടെ എബിലിറ്റീസുകൾ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് അവിടെ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരു ക്ലാസ് റൂം അന്തരീക്ഷമായിരിക്കണം ഉണ്ടാവേണ്ടത്. Then techniques and aids that facilitate learning and evaluation. പിന്നെന്താണ്, എങ്ങനെയുള്ള സിറ്റുവേഷൻസ് പിന്നെ നമുക്ക് കൊടുക്കാം? സാങ്കേതിക വിദ്യകൾ, കമ്പ്യൂട്ടർ ഒക്കെയാണോ ഉദ്ദേശിച്ചത്? യെസ്, ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർട്ട് സ്കൂൾ, പ്രൊജക്ടർ പോലുള്ള സാധനം. എയ്ഡ്സുകൾ അല്ലെ. എയ്ഡ്സ് എന്താണ്? ആവശ്യങ്ങളല്ലേ. ടെക്നിക്സ് ആൻഡ് എയ്ഡ്സ്, എയ്ഡ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകൾ വേണ്ടിയിട്ട്. സ്കൂളിൽ എന്താണ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യങ്ങളെന്നല്ലേ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ശരിയാണ് കേട്ടോ. സാങ്കേതിക വിദ്യകളും സമ്പ്രദായങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാങ്കേതിക വിദ്യകളും സമ്പ്രദായങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകൾ അല്ലെ, സാങ്കേതിക വിദ്യകൾ അവിടെ കൊണ്ടുവരിക.
അപ്പൊ എന്താണ് നല്ലൊരു സിറ്റുവേഷൻ, നല്ലൊരു സ്മാർട്ട് ക്ലാസ് റൂം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് കുട്ടികൾക്ക് ഒരുപാട് അറ്റൻഷനോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസസ്, അവിടെ അതന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസസ് എന്താണ്? ടെക്നിക്സ് ആൻഡ് രീതി, പ്രാക്ടീസസ് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും പരിശീലനം. പ്രാക്ടീസ് നമ്മള് അതായത് ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്, അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം അല്ലെ. ഒരു കാര്യം ഒരു പ്രാവശ്യമാണോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അവരെ ഒന്നിൽ കൂടുതൽ തവണ അത് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മള് ഒരു കണക്ക് കൊടുക്കും. സ്പോർട്സ് ഒക്കെ ഉൾപ്പെടുമോ? ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസസിലല്ലേ, ഇത് ക്ലാസ് റൂമിലെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടല്ല, ക്ലാസ് റൂമിലത്തെ ആണോ? ക്ലാസ് റൂമിലെ കാര്യങ്ങൾ, ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ക്ലാസ് റൂമിലല്ലേ കൊടുക്കുന്നത്. അതർ ആക്ടിവിറ്റീസിലാണ് എന്ത് വരുന്നത്, ടെക്നിക്സ് ആൻഡ് ഫെസിലിറ്റീസിലാണ് മറ്റേ സ്പോർട്സ് കാര്യങ്ങളൊക്കെ, മറ്റ് ആർട്സ് ആൻഡ് ഫെസിലിറ്റീസ് ഒക്കെ, ആർട്സ് ആൻഡ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ടെക്നിക്സ് ആൻഡ് അതേപോലെ ഇതുണ്ടാവില്ലേ, കളേഴ്സ് ഡേ, ഫ്രൂട്ട്സ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ക്ലാസ് റൂം ആക്ടിവിറ്റി അല്ലേ? ആക്ടിവിറ്റീസ് ആണ്. ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെ. മെത്തേഡ്സും ആക്ടിവിറ്റീസ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്ക് നിരന്തരമായിട്ടുള്ളതിനുള്ള പ്രാക്ടീസസ് കൊടുക്കുന്നു അല്ലെ, പരിശീലനങ്ങൾ കൊടുക്കുന്നു. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്? എന്താണ് മാർഗനിർദ്ദേശം? നമ്മള് ഇങ്ങനെ മാർഗനിർദ്ദേശം നൽകുക, കാര്യങ്ങള് പെരുമാറാനുള്ള രീതി. പറഞ്ഞു. അതെ, നമ്മള് ക്ലാസ്സിൽ പെരുമാറുന്ന രീതികളും പിന്നെന്താണ് ഓരോരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ടീച്ചർമാർ എപ്പോഴും ഗൈഡൻസ് കൊടുക്കുമല്ലോ. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകണുണ്ടെങ്കിൽ തന്നെ പറയുമല്ലോ, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതുപോലെ ചെയ്യണം. കൗൺസിലിംഗ് കൊടുക്കുന്നത് കുട്ടികൾക്ക്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കുട്ടികൾ തെറ്റായ രീതിയിലൊന്നും പോവാതിരിക്കാൻ വേണ്ടി അവർക്ക് അറിയില്ലല്ലോ, അവർ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഈ പ്രായത്തിനോട് കടന്നു പോകുന്നത്. അപ്പൊ അവർക്ക് ഗൈഡൻസ് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി വരും. അപ്പൊ നല്ല നിർദ്ദേശങ്ങളും റൂൾസ് ഒക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അധ്യാപകരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ, എന്തുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സ്കൂൾ അന്തരീക്ഷത്തില് എങ്ങനെ ഒരു കുട്ടി പെരുമാറാം അല്ലെ, ഒരു സിറ്റുവേഷൻ വന്ന് അതിനെങ്ങനെ മറികടക്കും എന്നതുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും എന്താണ് കുട്ടികൾക്ക് അധ്യാപകര് കൗൺസിലിംഗ് കൊടുക്കും അല്ലെ. ആ കൃത്യമായവര് ആ ഒരു നല്ല പാതയിൽ കൂടി പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അല്ലെ. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർഗനിർദ്ദേശങ്ങൾ. എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് അതല്ലേ. കൗൺസിൽ കൊടുക്കുമ്പോൾ തന്നെ എന്താണ് കുട്ടികൾ ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആയിരിക്കും. എന്തൊക്കെ ചെയ്യണം എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതാണ് എന്ത് ഇത്തരത്തിലുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പ്രോസസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ സൈക്കോളജി പരമായിട്ടുള്ള മേഖലയിലോ ആരെങ്കിലും പ്രഗത്ഭരായ വ്യക്തികളായിരിക്കും കുട്ടികൾക്ക്. നമ്മളിപ്പോ സ്കൂളുകളിൽ കുറെ ക്ലാസ് റൂമുകൾ എന്താണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല, ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? അവരുടെ അവയർനെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. യെസ്, വെരി ഗുഡ്. അവയർനെസ് അല്ലെ, അവർക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ മയക്കുമരുന്നുകളെ കുറിച്ചിട്ടൊരു ക്ലാസ്, ഇപ്പൊ ചിലപ്പോ മയക്കുമരുന്ന് ആ ഒരു ദിവസത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ June 5 ലോക പരിസ്ഥിതി ദിനത്തെ കുറിച്ച്, മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ ചിലപ്പോൾ ആൾക്കാർ വന്നായിരിക്കും അല്ലെ, പ്രഗത്ഭരായ മറ്റു ടീച്ചേഴ്സും മറ്റു അധ്യാപകരായിരിക്കും അത് ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന. ക്ലാസ് എന്തിനു വേണ്ടിയാണ് അവർക്ക് കൊടുക്കുന്നത്? കുട്ടികൾക്ക് അവയർനെസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അപ്പൊ അതൊരു സിറ്റുവേഷൻ ആണ്. നമ്മൾ ഈ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മറ്റേ അഡോളസൻ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൗൺസിലിംഗ്, ഗേൾസിന് സ്പെഷ്യൽ ആയിട്ട് കൗൺസിലിംഗ് ഒക്കെ തരാറില്ലേ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെ, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു അവയർനെസ് ഒക്കെ തരാറുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ തന്നിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ 7-ലൊക്കെ പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ മനസ്സിലായി. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്താണ് മനസ്സിലാവുന്നത്? അതും എന്താണ് ഒരു ലേണിംഗ് സിറ്റുവേഷൻ ആണ്, ഇതൊരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് അല്ലെ. അത്തരം കാര്യങ്ങളായിരിക്കണം ഒരു കുട്ടിയുടെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പഠനാന്തരീക്ഷം എന്താണ്, അവന്റെ പഠനത്തെയും അതുപോലെ തന്നെ എന്താണ് അവന്റെ മുന്നോട്ടുള്ള വളർച്ചയും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ അടുത്തൊരു നേച്ചറാണ് എന്താ, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്.
എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് കൊടുക്കാൻ പറയുന്നത്? ക്ലൈമറ്റ് ആൻഡ് റൂട്ട് ഡൈനാമിക് ടെക്നിക്സ് ആൻഡ് എയ്ഡ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് ആൻഡ് എവാലുവേഷൻ. അല്ല, കുട്ടികളെ വെറുതെ പഠിപ്പിച്ചാൽ മാത്രം മതിയാവും, പഠനാന്തരീക്ഷം മാത്രം കൊടുത്താൽ മതിയോ? ഇവാലുവേറ്റ് ചെയ്യാനും കൂടി സാധിക്കും. ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? അവരെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവാലുവേഷൻ അവരുടെ പഠന വിലയിരുത്തൽ നടത്തണം. പഠനത്തിലായാലും ശരി, ആക്ടിവിറ്റീസിലായാലും ശരി, എന്താണ് അവർക്ക് കൊടുക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവരെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്നും കൂടി അധ്യാപകര് എന്താണ് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. Then techniques and practices, then guidance and counseling, etc. for the smooth functioning of the teaching learning process. ഇത്തരത്തിലുള്ള പഠനാനുഭവങ്ങളാണ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവർക്ക് കുറച്ചുകൂടി അവരെ തന്നെ വളരാനായിട്ട്, അല്ലെങ്കിൽ അധ്യാപകർക്കും ഒപ്പം കുട്ടികൾക്കും വളരാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ഓക്കെ, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് ക്ലിയർ ആണോ? യെസ് മിസ്. ഇനി ദ ടീച്ചർ ആരാണ്? അധ്യാപകർ അല്ലെ, അധ്യാപിക. എങ്ങനെയായിരിക്കണം? Teacher is a potent force in the theme of teaching and learning process. എന്താണ് ടീച്ചർ എന്ന് പറയുന്നത്? പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപകരാണ് പഠന പ്രക്രിയ ഏറ്റവും വലിയ ശക്തമായ ഒരു ശക്തി എന്ന് പറയുന്നത് അല്ലെ. പഠന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുടെ കഴിവാണ്? അധ്യാപകന്റെ കഴിവാണ്. അധ്യാപകനാണത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടെക്നിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുന്നത്. ഓക്കെ, it discussed the role of the teacher. It indicates the need of knowing himself for a teacher to play his role properly in the process of education. അധ്യാപകർ എങ്ങനെയായിരിക്കും? അധ്യാപകന്റെ റോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? അധ്യാപകർ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെ ഒരു നല്ല സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കണം, എങ്ങനെ അവരെ അതിൽ നിന്ന് കുട്ടികളുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നിന്നുമാണ് ആര് പഠിക്കുന്നത്? അധ്യാപകർ പഠിക്കുന്നത് അല്ലേ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ? അതെ, യെസ് അല്ലെ. അപ്പൊ ഒരുപാട് ടെക്നിക്സുകളും മെത്തേഡ്സുകളുമാണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി അധ്യാപകർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, his conflicts, motivation, anxiety, adjustment level of call extra. It throws light on the essential personality traits, interests, attitudes, the characteristics of effective teaching, etc. So as to inspire him to become a successful teacher. എന്താ പറയുന്നത്? അപ്പൊ ഒരു അധ്യാപകനാണെങ്കിൽ അവന്റെ സ്വയം അവനവനെ അറിയണം അല്ലെ. അവന്റെ പങ്ക് എന്താണ്, അവൻ എന്തായിരിക്കണം അവിടെ കാഴ്ചവെക്കേണ്ടത് അല്ലെ. അവൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു അധ്യാപകൻ മുന്നോട്ട് പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഒരു കുട്ടിയുടെ പഠന പ്രക്രിയയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം എന്ന് പറയുന്നത് ആരാണ്? അധ്യാപകർ തന്നെയാണ് അല്ലെ. ടീച്ചേഴ്സ് തന്നെയാണ് എന്തൊരു പഠന പ്രക്രിയയിലെ കുട്ടികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ആരാണ്? അധ്യാപകർ തന്നെയാണ് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യകത എന്തായിരിക്കും? അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മേജർ റോള്, പ്രധാനപ്പെട്ട. ഓക്കെ, അപ്പോ എന്താണ്? അപ്പൊ അധ്യാപകർ എന്നാൽ എല്ലാവരും വ്യത്യസ്തമാണ്, വ്യത്യസ്ത അഭിരുചികളും വ്യത്യസ്ത ആപ്റ്റിറ്റ്യൂഡ്സ്, ടേസ്റ്റും പേഴ്സണാലിറ്റീസ് ഉള്ളവരായിരിക്കും അല്ലെ. പക്ഷെ എങ്കിൽ കൂടി എന്താണ് അധ്യാപകർ എങ്ങനെയുള്ളവരാണെങ്കിൽ കൂടി എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നൊരു ഭാഗം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്സ് മെത്തേഡ്സുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടി എന്താണ് അധ്യാപകർ ആ ഒരു പഠന പ്രക്രിയയിൽ എല്ലാവരും എന്താണ് ഒരേപോലെയുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും, ഒരേപോലെയുള്ള ഒരു പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുന്നത്
അല്ലെ? അധ്യാപകർ ഇപ്പൊ മോശമായ ഒരു അധ്യാപികയായിരിക്കാം, പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ എങ്ങനെയായിരിക്കും, ഏതൊക്കെ മെത്തേഡ്സ് ആണോ അവർ പഠിച്ചത് ആ ഒരു മെത്തേഡ്സ് ആയിരിക്കില്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ സ്വഭാവം അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അല്ല. അല്ല, അവര് നേരത്തെ പഠിച്ച ടീച്ചിങ് സ്റ്റൈൽസ്, ടീച്ചിങ് മെത്തേഡുകൾ, തിയറീസ്, പ്രിൻസിപ്പിൾസ് അതെല്ലാം അവർ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും എന്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങളല്ല, പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവമല്ല കുട്ടികളിൽ കാഴ്ചവെക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ മോണ്ടിസോറി പഠിക്കുന്നു, മോണ്ടിസോറി നിങ്ങൾ ഒരുപാട് ടെക്നിക്സുകൾ പഠിക്കുന്നില്ലേ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് പഠിക്കുന്നില്ലേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ല അതില്. ആ ഒരു കാര്യങ്ങളല്ലേ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള കാര്യങ്ങളാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? അല്ല. അല്ല, നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളിലൂടെ അവർക്ക് അതിൻ്റെതായ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവരുടെ ബിഹേവിയർ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ തരത്തിലുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടി എന്താണ് പഠിച്ച മെത്തേഡ്സും കാര്യങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു പഠന പ്രക്രിയയിൽ ഏറ്റവും അത്രയും മനസ്സിലാക്കിയാൽ മതി, പഠന പ്രക്രിയയിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാവുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? അധ്യാപകർ തന്നെയാണ്. ഓക്കെ 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 മിസ്. ഓക്കെ, അപ്പൊ ഇവിടെ അധ്യാപകന്റെ സവിശേഷതകളിലൂടെ പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു സവിശേഷതകൾ എന്ന് പറഞ്ഞാല്? എസെൻഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അതായത് അധ്യാപകന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ്സ്, ആപ്റ്റിറ്റ്യൂഡ്സ്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾ. ആപ്റ്റിറ്റ്യൂഡ്സ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ്സ് മനോഭാവം. യെസ്, മനോഭാവം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ്. അപ്പൊ എന്താണ്? ഇൻട്രസ്റ്റും മനോഭാവം. പഠിപ്പിക്കുന്ന ടീച്ചറുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും ആ ക്ലാസ് എത്രത്തോളം ഭംഗിയാകുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണെങ്കിൽ എന്താണ്? നല്ല രീതിയിലൊരു എഫക്റ്റീവ് ടീച്ചിങ് അവിടെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എല്ലാ ടീച്ചേഴ്സും എന്താണ് ടു ബിക്കം എ സക്സസ്ഫുൾ ടീച്ചേഴ്സ് ആയി മാറുന്നത്. നല്ല ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണോ? ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടായിരിക്കണം. അല്ലെ? ആറ്റിറ്റ്യൂഡ് എന്താണ്? ആറ്റിറ്റ്യൂഡ് സ്വഭാവം, വ്യക്തിത്വം. വ്യക്തിത്വം. ആറ്റിറ്റ്യൂഡ് മീൻസ് വ്യക്തിത്വം, പേഴ്സണാലിറ്റി. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം. എങ്ങനെ നമുക്കൊരു കാര്യത്തെ, എങ്ങനെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാം എന്ന് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, അതാണ് എന്റെ ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം കൂടി നോളജബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിന് എന്താണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 5 നേച്ചറിനെ ബന്ധപ്പെടുത്തി അത് കുറച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഇവിടെ കുറച്ച് സ്കോപ്പ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി വൈഡർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചിട്ട് വരാട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്സേ. ഓക്കെ. Thank you.